ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് യൂണിറ്റ് 1 സോളിഡ് സ്റ്റേറ്റ് ആണ്. അതിലാദ്യം ക്യാരക്ടേഴ്സ് ഓഫ് സോളിഡിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. ഡെഫിനിറ്റ് മാസും വോളിയവും ഷേപ്പും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഷോർട്ടായിരിക്കും. അതായത് മോളിക്യൂൾസ് തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആർ സ്ട്രോങ്. ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് എല്ലാം സ്ട്രോങ് ആയിരിക്കും. അതുപോലെ പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സഡ് പൊസിഷൻ. പാർട്ടിക്കിൾസിന് ഒരു പ്രത്യേകം പൊസിഷൻ കാണുമായിരിക്കും. അതുപോലെ ദേ ആർ റിജിഡ്. ഈ 5 പ്രത്യേകതകളുണ്ട്. ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്, ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഷോർട്ട്, ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആർ സ്ട്രോങ്, പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സഡ് പൊസിഷൻ, ദേ ആർ റിജിഡ്. ഇങ്ങനെ 5 പ്രത്യേകതകൾ സോളിഡിന് ഉണ്ടായിരിക്കും. ഇനി സോളിഡിന് ടൈപ്സ് ഓഫ് സോളിഡ്, ഏതൊക്കെ ടൈപ്പ് സോളിഡ് ഉണ്ടെന്ന് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ക്രിസ്റ്റലൈനും അമോർഫസ്. ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്, ഷുഗർ എന്നുപോലുള്ള ക്രിസ്റ്റൽസ്. അവയ്ക്കെല്ലാം ലോങ് റേഞ്ച് ഓർഡർ കൂടുതൽ ദൂരത്തേക്ക്, അതേപോലെ നല്ല ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അതാണ് ലോങ് റേഞ്ച് ഓർഡർ. ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഷാർപ്പായിരിക്കും. അതായത് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് അതിനുണ്ടായിരിക്കും. വ്യത്യാസം വരത്തില്ല മെൽറ്റിംഗ് പോയിൻ്റ്. അനൈസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർ ഡിഫറെൻ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. കണ്ടക്ടിവിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എല്ലാം ഓരോ ഡയറക്ഷനിൽ ഓരോന്നായിരിക്കും. അതുപോലെ അമോർഫസിനാണ് ഷോർട്ട് റേഞ്ച് ഓർഡർ, ഡു നോട്ട് ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ്. അതായത് ഓർഡർ കൃത്യമായിട്ടില്ലായിരിക്കും. കുറച്ച് നേരെ ഷോർട്ട് റേഞ്ചിലുള്ള ഓർഡർ ഉണ്ടായിരിക്കുകയുള്ളൂ. ദൂരം മറ്റേത് ക്രിസ്റ്റൽസിനെ പോലെ അതായത് കൂടുതൽ ദൂരമുള്ള ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് കാണുകയില്ല. അതുപോലെ മെൽറ്റിംഗ് പോയിൻ്റ് ഷാർപ്പല്ലായിരിക്കും. ഐസോട്രോപ്പിക് ആയിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും എല്ലാ ഡയറക്ഷനിലും. ക്രിസ്റ്റലൈനും അമോർഫസും തമ്മിലുള്ള വ്യത്യാസം: ക്രിസ്റ്റലൈൻ ആണെങ്കിൽ ലോങ് റേഞ്ച് ഓർഡർ, ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ്, അനൈസോട്രോപ്പിക്. അമോർഫസ് ആണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ, ഡു നോട്ട് ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ്, ഐസോട്രോപ്പിക്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, ക്രിസ്റ്റലൈനും അമോർഫസും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 മോളിക്കുലർ സോളിഡ്, 2 അയോണിക് സോളിഡ്, 3 മെറ്റാലിക് സോളിഡ്, 4 കോവാലൻ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് അനുസരിച്ചാണ് ഇത്രയും ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ്. അവ തമ്മിലുള്ള ഫോഴ്സിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് അവയെ തിരിച്ചിരിക്കുന്നത്. ഇനി മോളിക്കുലർ സോളിഡിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്. നോൺ പോളാർ എന്ന് പറഞ്ഞാൽ ചാർജ് കാണിക്കാത്ത, പോളാർ എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ളത്, ഹൈഡ്രജൻ ബോണ്ടഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ് ഇടയ്ക്കുള്ള വീക്ക് ഫോഴ്സ്. ഇനി എക്സാമ്പിൾസ് ഓഫ് നോൺ പോളാർ എക്സാമ്പിളാണ് ഹൈഡ്രജൻ, ക്ലോറിൻ, അയഡിൻ എന്നിവ. ഇനി മോളിക്കുലർ സോളിഡ് അടുത്തതാണ് നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്. ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആർ ഹെൽഡ് ബൈ വീക്ക് ലണ്ടൻ ഫോഴ്സസ് ഓർ ഡിസ്പെർഷൻ ഫോഴ്സസ്. അതായത് സ്ട്രോങ് അല്ലായിരിക്കും, വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും നോൺ പോളാർ കാണുന്നത്. ദേ ആർ സോഫ്റ്റ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ്. അതായത് അവ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. ദേ ഹാവ് എ ലോ മെൽറ്റിംഗ് പോയിൻ്റ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ നോൺ മോളാറിൻ്റെ പ്രത്യേകത വീക്ക് ലണ്ടൻ ഫോഴ്സ് ഉണ്ടായിരിക്കും. ദേ ആർ സോഫ്റ്റ് നോൺ കണ്ടക്ടേഴ്സ് ആയിരിക്കും, അതായത് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. ദേ ഹാവ് എ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. അതുപോലെ അടുത്തത് മോളിക്കുലർ സോളിഡാണ് പോളാർ മോളിക്കുലർ സോളിഡ്. മോളിക്യൂൾസ് ആർ ഹെൽഡ് ബൈ സ്ട്രോങ് ഡൈപോൾ ഇൻ്ററാക്ഷൻ. അതായത് മോളിക്യൂൾസ് എല്ലാം ഹെൽഡ് ചെയ്തേക്കുന്നത് ഡൈപോൾ ഇൻട്രാക്ഷൻ. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, അത് സ്ട്രോങ് ആയിരിക്കും. ഡൈപോൾ ഇൻ്ററാക്ഷൻ. ദേ ആർ സോഫ്റ്റ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അത് വളരെ സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. സോഫ്റ്റ് ആണ്, അതുപോലെ ഇൻസുലേറ്റർ ആയിരിക്കും. ദേ ഹാവ് എ ലിറ്റിൽ ഹയർ മെൽറ്റിംഗ് പോയിൻറ്റ്. കുറച്ച് മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുതലായിരിക്കും. സോഫ്റ്റ് ആയിരിക്കും, ഇൻസുലേറ്റർ ആയിരിക്കും, ലിറ്റിൽ ഹയർ മെൽറ്റിംഗ് പോയിൻറ്റ് ഇടയ്ക്ക് വരത്തക്ക വിധത്തിലുള്ളതാണ്. സൾഫർ ഡയോക്സൈഡ്, അമോണിയ, ഇതൊക്കെയാണ് പോളാർ മോളിക്കുലർ സോളിഡ് എന്ന് പറയുന്നത്. അടുത്തത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്. മോളിക്യൂൾസ് കണ്ടെയ്ൻ പോളാർ കോവാലൻ്റ് ബോണ്ട്സ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. ഹൈഡ്രജനും ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റും തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്. അത്
കോവാലൻ്റ് ബോണ്ട് കൊണ്ടാണ് അത് ജോയിൻ ചെയ്തേക്കുന്നത്. അതിനാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോൾഡ് എന്ന് പറയുന്നത്. ദേ ആർ സോഫ്റ്റ് ആൻഡ് ഇൻസുലേറ്റഡ്. എക്സാമ്പിൾ വാട്ടർ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഇതൊക്കെ എക്സാമ്പിൾ ആയിരിക്കും. അടുത്ത അയോണിക് സോളിഡ്. അയോണിക് സോളിഡ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഫോംഡ് ബൈ 3 dimensional അറേഞ്ച്മെൻറ്റ് ഓഫ് കാറ്റയോൺ ആനിയോൺ ബൈ സ്ട്രോങ് കൂളംബിക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതായത് സ്ട്രോങ് കൂളംബിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടാണ് കാറ്റയോണും ആനിയോണും 3 dimensionലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അയോണിക് സോൾഡ് എന്ന് പറയുന്നത്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുതൽ. ദേ ആർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. പെട്ടെന്ന് പൊട്ടുന്നതായിരിക്കും, വളരെ ഹാർഡായിരിക്കും. ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സാധാരണ ഉരുകിയ അവസ്ഥയിൽ അത് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നതാണ്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. അതാണ് അയോണിക് സോളിഡിന് എക്സാമ്പിൾ. അടുത്തത് മെറ്റാലിക് സോൾഡ്. കളക്ഷൻ ഓഫ് പോസിറ്റീവ് അയോൺസ് സറൗണ്ടഡ് ബൈ സീ ഓഫ് ഇലക്ട്രോൺസ്. അതായത് പോസിറ്റീവ് അയോൺസിനെ ചുറ്റി ഇലക്ട്രോൺസിൻ്റെ ഒരു കൂട്ടം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ അയൺ, കോപ്പർ, സിൽവർ. ഇതൊക്കെ മെറ്റൽസ് ആണ്. അതുകൊണ്ട് മെറ്റാലിക് സോൾഡ് എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് പെടുന്നത്. ദേ ഹാവ് എ ലിറ്റിൽ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ദേ ഹാവ് ലിറ്റിൽ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ഒരുമാതിരി മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. അവ നല്ലതായിട്ട് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നതാണ്. ദേ ആർ ഹാർഡ് ആൻഡ് ബട്ട് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. ദേ ആർ ഹാർഡ്, വളരെ കട്ടി കൂടിയതായിരിക്കും, പക്ഷേ ബട്ട് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. മാലിയബിൾ എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്തുന്ന, ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടുന്ന, മെറ്റൽസിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അടുത്തത് കോവാലൻ്റ് സോൾഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോൾഡ്. ദേ ആർ ഫോംഡ് ബൈ സ്ട്രോങ് കോവാലൻ്റ് ബോണ്ട് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ആറ്റംസ് ത്രൂ ഔട്ട് ക്രിസ്റ്റൽ. അതായത് ഒരു കോവാലൻ്റ് ബോണ്ട് വെച്ചതിന് അടുത്ത ആറ്റങ്ങൾ തമ്മിൽ, ഒരു ക്രിസ്റ്റലിലെ അടുത്ത ആറ്റങ്ങൾ തമ്മിൽ ഒരു കോവാലൻ്റ് ബോണ്ട് കൊണ്ട് യോജിച്ചിരിക്കുന്നതാണ് കോവാലൻ്റ് സോൾഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോൾഡ് എന്ന് പറയുന്നത്. ദേ ആർ ഇൻസുലേറ്റേഴ്സ് എക്സെപ്റ്റ് ഗ്രാഫൈറ്റ്. എല്ലാം ഇൻസുലേറ്റർ ആയിരിക്കും, ഗ്രാഫൈറ്റ് മാത്രമേ ഉള്ളൂ ഇൻസുലേറ്റർ അല്ലാത്തത്. എക്സാമ്പിൾ ഡയമണ്ട് ഒരു കോവാലൻ്റ് സോളിഡാണ്. ഇപ്പം നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോൾഡ്. അത് 4ആയിട്ട് തിരിക്കാം. മോളിക്കുലർ സോൾഡ്, അയോണിക് സോൾഡ്, മെറ്റാലിക് സോൾഡ്, കോവാലൻ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്. പിന്നെ ഗ്രാഫൈറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഗ്രാഫൈറ്റ് വളരെ സോഫ്റ്റാണ്, അതുപോലെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇൻ ഗ്രാഫൈറ്റ് 3 valencies ഓഫ് കാർബൺ ആറ്റം ബോണ്ടഡ് ടു 3 adjacent ആറ്റംസ്. അതായത് ഗ്രാഫൈറ്റിലെ ഒരു കാർബൺ ആറ്റത്തിന് 3 വാലൻസിയും അഡ്ജസൻ്റ് ആറ്റവുമായിട്ട് ജോയിൻ ചെയ്ത് ഇരിക്കുന്നു. 4th വാലൻസി ഇലക്ട്രോൺ ഈസ് ഫ്രീ. 4ാമത്തേത് ഇലക്ട്രോൺ ഫ്രീ ആയിട്ടിരിക്കുന്നു. ആൻഡ് മേക്ക് ഇറ്റ് കണ്ടക്റ്റീവ്. അപ്പം 4ാമത്തെ വാലൻസി ഇലക്ട്രോൺ ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ട് അത് കണ്ടക്റ്റീവ് ആയിരിക്കും. പിന്നെ അമോർഫസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ എക്സാമ്പിൾ പറയാം. പഴയ കെട്ടിടങ്ങളുടെ ജനലുകൾ, ഗ്ലാസ്സുകളിൽ മുകൾ ഭാഗം കട്ടി കുറവും താഴ്ഭാഗം കട്ടി കൂടിയും കാണപ്പെടുന്നുണ്ട്. പഴയ കെട്ടിടങ്ങളുടെ ഗ്ലാസ്സുള്ള ജനലിൻ്റെ. ഇതിന് കാരണം അമോർഫസ് സോളിഡായ ഗ്ലാസ്സിനെ താഴേക്ക് ഒഴുകുവാനുള്ള പ്രവണതയുണ്ട്. അമോർഫസ് ആയിട്ടുള്ള ഗ്ലാസ് താഴോട്ട് ഒഴുകി വരാനുള്ള അതിൻ്റെ ടെൻഡൻസി. അതുപോലെ പുരാതന കാലത്തെ ഗ്ലാസ് ഉപകരണങ്ങൾ പാൽ നിറമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് ചൂടാക്കുമ്പോൾ അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡായിട്ട് മാറുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചൂടാക്കുമ്പോൾ അമോർഫസ് സോളിഡ് ക്രിസ്റ്റലൈൻ സോളിഡായി മാറുന്നതുകൊണ്ടാണ് പഴയ കാലത്തെ ഗ്ലാസ് ഉപകരണങ്ങളൊക്കെ പാൽ നിറമായിട്ട് മാറാൻ കാരണം. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് യൂണിറ്റ് സെൽ എന്നാണ്. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിൻ്റെ ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് യൂണിറ്റിനാണ് യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്യൂബ് വരയ്ക്കാൻ അറിയാമോ? അറിയാൻ മേലെങ്കിൽ ഞാൻ വരച്ച് കാണിക്കുന്നത് ആയിരിക്കും. തന്നെ ഒന്ന് ശ്രമിച്ച് നോക്കുക ക്യൂബ് വരയ്ക്കാൻ. അല്ലെ ഞാൻ വരച്ച് കാണിക്കാം.